വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. റവ വെച്ചിട്ടാണ്, റവയും ചെമ്മീനും വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു സെയിം റെസിപ്പി നിങ്ങൾക്ക് റവയും ചിക്കനും വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിതൊരു 6 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ നിങ്ങൾ ചെമ്മീൻ ഫ്രൈ ആക്കിയതോ അല്ലെങ്കിൽ ചെമ്മീൻ മുളകിട്ട കറിയോ എന്തിനാണെങ്കിലും കുഴപ്പമില്ല, ചെമ്മീൻ എടുത്ത് മാറ്റുക കേട്ടോ. ഒരു 6 എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കൂലേ, ബാക്കിലോട്ട് പൾസ് ചെയ്ത് കൊടുക്കൂലേ, അങ്ങനെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. 6 ചെമ്മീൻ കൊണ്ട് തന്നെ അത് ഇത്രയും ഉണ്ട് ഫില്ലിങ്ങിനായിട്ടുള്ള ചെമ്മീൻ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. അതിലോട്ട് ഈ ചെമ്മീൻ നമ്മൾ ക്രഷ് ചെയ്തിട്ടില്ലേ, ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക, ചിക്കനാണ് ക്രഷ് ചെയ്തെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്കിതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ റവ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൂലേ, റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് റവ ഇട്ട് കൊടുക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനും വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മുളക് പൊടി, എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം. ഉപ്പ് പാകത്തിന് ചേർത്തോളൂ കേട്ടോ. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഏകദേശം രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം തയ്യാറാക്കുന്നത്. ഇതിലോട്ട് സവാള, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇത് ഏകദേശം തിളക്കുന്ന സമയത്തിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് റവ ഉണ്ട് കേട്ടത്. അപ്പോൾ റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം തിളക്കുന്ന സമയത്ത് കുറേശ്ശെ ഇങ്ങനെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം റവയുടെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല എന്ന് പറയാൻ കാരണം, ചിലപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് ഇതുപോലെ റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പാകത്തിനുള്ള റവ ആയിട്ടുണ്ടെന്ന്. അപ്പം നിർത്താം നിങ്ങൾക്ക്. അപ്പം ഞാൻ 1.5 കപ്പ് വെള്ളവും 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ചിലപ്പം അതിൽ കൂടുതലോ കുറവോ വേണ്ടി വരും കേട്ടോ. എല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. പിന്നെ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ആദ്യം. അത് കറക്റ്റ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ. ഇനി ഞാനിവിടെ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് എഡിറ്റിങ്ങിന് നിർത്തുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുകയാണ്. കാരണം പെട്ടെന്ന് നമ്മൾ നിർത്തി കളയരുത്. ഇതിങ്ങനെ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുക, എന്നാൽ നമുക്കത് മനസ്സിലാവുള്ളൂ പെട്ടെന്ന്. അപ്പോൾ ഇതാ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഈ മാവ് ഇങ്ങനെ എല്ലായിടത്തും കമ്പൈനായിട്ട് വരണം കേട്ടോ. ഇതൊരു മാവ് പരുവത്തിലാക്കിയെടുക്കണം. അതായത് നമ്മൾ എന്താ പറയുക, ഈ പത്തിരിയുടെ മാവൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരും, ഒട്ടിപ്പിടിക്കാണ്ട് വിട്ട് വരും. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് ഫ്രൈ ആക്കാനേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. നല്ല എളുപ്പമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. റവ ഉണ്ടെങ്കിൽ, ഇനിയിപ്പം നിങ്ങൾക്ക് ചിക്കനോ ഫിഷോ ഒന്നും ഇല്ലെങ്കിൽ റവ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാം. നമ്മളൊരു ഫ്ലേവറിന് മാത്രമാണ് ഈ റവ ചെമ്മീനോ ചിക്കനൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അത് ചൂടോട് കൂട്ടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി, ഭയങ്കരമായിട്ട് കുഴക്കണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കയ്യിലല്ലെങ്കിൽ കയ്യിൽ ഓയിൽ കുറച്ച് തേച്ചിട്ട് വേണം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഒരേ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരേ ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ബോളാക്കി എടുത്താൽ മതി, ഒരേ വലുപ്പത്തിലുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്നാക്ക് ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്, ഒരു വട പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആക്കണം കേട്ടോ, എന്നാലും നല്ല ഷേപ്പിൽ കിട്ടും, അല്ലെങ്കിൽ സൈഡിൽ ക്രാക്സ് വീഴും. ഇതിപ്പോൾ പ്രസ് ചെയ്യാണ്ടാക്കിയതാണ്. അപ്പം നിങ്ങളടുത്ത് ഈ കേക്കിന് നോസിൽസ് ഇല്ല എന്നാണെങ്കിൽ ഞാൻ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. സാധാ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തുളയിട്ട് കൊടുക്കുക, നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തുളയിട്ട് കൊടുക്കുക. അപ്പോൾ അത് സൈഡിൽ ഇങ്ങനെ ക്രാക്സ് വരുന്നില്ലേ, ആ ക്രാക്സ് വരാണ്ടിരിക്കാനുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു സ്നാക്ക്. അപ്പം ക്രാക്സ് വരാണ്ടിരിക്കാൻ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട്, നമ്മൾ പത്തിരിയുടെ മാവൊക്കെ കുഴച്ചിട്ട് ബോളാക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടല്ലേ ഇതിങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ സൈഡിൽ ക്രാക്സ് ഒന്നും വരില്ല. അപ്പോൾ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് നമ്മൾ നോസിലില്ലേ, ഈ കേക്കിൻ്റെ നോസിൽ, അത് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ട് തുളയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. അതും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുമ്പോൾ ചിലപ്പം ഇത് കുറേ സ്റ്റെപ്സ് ഉള്ള പോലെ തോന്നും, ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വെറും ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. പിന്നെ ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ആക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അകത്ത് വേവില്ല. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ
ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുമ്പം എല്ലാ വശവും നന്നായിട്ട് കുക്കാവും. അപ്പോൾ നല്ല ക്രിസ്പായിട്ടുള്ള ഒരു കോട്ടിങ് കിട്ടും. അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും ചേർക്കാനില്ല. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വേണമെങ്കിൽ ചെറിയൊരു ബോൾ ഇട്ട് നോക്കൂ. എന്നിട്ട് നല്ല ക്രിസ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത ഇതിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 3 വട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയാണ്. പിന്നെ ഇട്ട് കൊടുത്ത പാടം നമ്മളിത് വേഗം തിരിച്ചിട്ട് കൊടുക്കരുത്, കാരണം അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അകത്തൊന്ന് ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കാവട്ടെ, എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇടയ്ക്കും തിരിച്ചും മറിച്ചൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നും ഗോൾഡൻ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള, പുറമെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ലുക്കിൽ വരുന്ന നല്ലൊരു സ്നാക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടുത്ത് ചിക്കനോ ഫിഷോ ഒന്നും ഇല്ല എന്നാണെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും ആ വെള്ളത്തിലോട്ട് ഇട്ടെടുത്താൽ മതി, നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിലേതും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്നും ഇല്ലാതാണെങ്കിൽ ജസ്റ്റ് റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. എന്തെങ്കിലും ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചെമ്മീനാണ്. ഞാൻ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാൻ കാരണം ഇവിടെ ഉമ്മ ചിക്കൻ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അടുത്ത സ്നാക്കും ഇതാ ഫ്രൈ ആക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എണ്ണയുടെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കാൻ. പലരും ബ്രെഡ് സ്നാക്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ റവയുടെ സ്നാക്സൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കും. അപ്പോൾ അത് ഉടഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ആക്കേണ്ടത്. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് നേരം അങ്ങോട്ട് ഫ്രൈ ആക്കണം എന്ന് ഉണ്ടാവില്ല. എന്നാലും നല്ലോണം ആ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ വട അല്ലെങ്കിൽ ചെമ്മീൻ ഡോണറ്റ്. ഇതേപോലെ തന്നെ ഞാനൊരു ചിക്കൻ റവ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വേറൊരു രീതിയിലാണ്, മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കടലമാവിലൊക്കെ മുക്കിയിട്ട് പൊരിക്കുന്നതായിരുന്നു. അതും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. റവയുടെ സ്നാക്സൊക്കെ പൊതുവേ നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സൗണ്ട് കേട്ടല്ലോ, നല്ല ക്രിസ്പല്ലേ. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. പറയാൻ വിട്ടുപോയി, ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി സ്പ്രെഡ് ചെയ്തോളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും, വേറൊരു ഫ്ലേവർ ആയിരിക്കും. റവ സ്നാക്സിൻ്റെ കൂടെ ചാറ്റ് മസാല പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ട് നോക്കാം. പുറമേ ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള, മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.